Al-Guintigui. What is the fruit's name, Max? Al-Guintigui. Al-Guintigui. Yeah. ഫ്രണ്ട്സ്, ഇതാണ് ആഫ്രിക്ക ഗാനയിലുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇവരിതിൻ്റെ പേര് പറയുന്നത് അൽ-ഗോയിൻറ്റുഖി എന്നാണ്. അൽ-ഗോയിൻറ്റുഖി. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ ഉണ്ട്, ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. ഇവൻ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ചക്ക പോലെ മുള്ളൊക്കെ ഉണ്ട്, പക്ഷേ ചക്ക പോലെയുണ്ട്, മാങ്ങ പോലെയുണ്ട്, കശുവണ്ടീൻ്റെ അണ്ടി പോലെയുണ്ട്. പക്ഷേ ഭയങ്കര വലുതാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ? എൻ്റെ കൈ ഇത്രയുണ്ട്. ഈ ഒരു പ്ലേറ്റ് ഫുള്ളുണ്ട്. അപ്പോൾ ഇതെന്തായാലും കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അൽ-ഗോയിൻറ്റുഖി ഫ്രൂട്ട്സ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ കട്ട് ചെയ്ത് നോക്കുകയാണ്. അതിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണ്ടിട്ടുണ്ട് ഇവിടെ കടകളിലിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് പരിചയമില്ലാത്തതുകൊണ്ട് വാങ്ങിയിട്ടില്ല. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. അവൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ആത്തച്ചക്കയില്ലേ, സീതപ്പഴം എന്നൊക്കെ പറയുന്നത്, ആ ഒരു ലുക്ക് ഉള്ളിൽ. പക്ഷേ പുറമേ കാണാൻ നമ്മുടെ നാട്ടിലെ ആത്തച്ചക്ക ചെറുതാണ്, സീതപ്പഴം ചെറുതാണ്. ഇത് ഭയങ്കര വലുതാണ്. പക്ഷേ ടേസ്റ്റും വ്യത്യാസമുണ്ട്. ഇത് പുളിയും മധുരവും കൂടിയാണ്. നാട്ടിലുള്ള മറ്റേ പഴം ഇതിലും നല്ല ടേസ്റ്റ് അല്ലേ, മധുരം മാത്രമാണ്. അതിൻ്റെ നമ്മൾ കാണുമ്പോൾ ലുക്കില്ലെങ്കിലും ഒടുക്കത്തെ മധുരമാണ്. പക്ഷേ ഇത് ബാക്കിയെല്ലാം സെയിം തന്നെ, അതിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇത് നാട്ടിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വലിയ സാധനം. അപ്പോൾ നാട്ടിലിത് ഉണ്ടെന്നാണെങ്കിൽ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യേ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൂടുതൽ കഴിച്ചു. അതിൻ്റെ കുരു കണ്ടോ, കുരു എല്ലാം സെയിം ആത്തച്ചക്ക. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ആത്തച്ചക്കയിൽ മധുരം മാത്രമേ ഉള്ളൂ. ഇതൊരു ചെറിയ പുളി, കമർപ്പ്, മധുരം എല്ലാം കൂടെ മിക്സാണ്. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.